ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പനീർ ബട്ടർ മസാല തയ്യാറാക്കിയാലോ? അതിനായി പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പനീർ ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഏലക്കയും പെരുംജീരകവും ഗ്രാമ്പൂവും പട്ടയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും ആവശ്യത്തിനൊപ്പം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി പൊടികൾ ചേർക്കാം. അതിനായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒന്ന് ആറി വന്ന ശേഷം കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി പാനിലേക്ക് ബട്ടർ ചേർത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് പനീർ ചേർത്ത് കൊടുക്കാം. കൂടെ അല്പം കസൂരി മേത്തി കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം മല്ലിയിലയും ബട്ടറും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ.